ഹായ് ഹലോ നമസ്തേ വണക്കം ആദാ വെൽಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್ ರಾಕೇಶ್ ಶ್ರೀನಿವಾಸ್. ಸೊ ನಾನು ನಿನ್ನೆ ಆವೇಶ ಮೂವಿ ಕಂಡಿಟ್ಟು ಬಂದು ನಾನು ಇವತ್ತು ಆವೇಶ ಮೂವಿ ನೋಡಿ ಬಂತು. ನಾನು ಕನ್ನಡ ಮತ್ತೆ ಮಲಯಾಳಂ ಎರಡು ಭಾಷೆಲೆ ಮಾತಾಡ್ತೀನಿ ಬಿಕಾಸ್ ಮೂವಿ ಇಸ್ ಎ ಮಿಕ್ಸ್ ಆಫ್ ಬೋತ್ ದ ಲ್ಯಾಂಗ್ವೇಜಸ್. ಆ್ಯಂಡ್ ಚಾನಲ್ ಹೊಸ ಇದ್ದರೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಕೆಳಗಡೆ ನೋಟಿಫಿಕೇಶನ್ ಬೆಲ್ ಇದೆ ಅದೇ ಆನ್ ಮಾಡಿ. ಮೊನೆ ಹೇ ವಿಡಿಯೋ ಸ್ಕಿಪ್ ಮಾಡಬೇಡ, ಕೊನೆವರೆಗೂ ವೀಕ್ಷಿಸಿ. ಇದು ನಾನಲ್ಲ, ರಂಗಾಸ್ ಕ್ಯಾರೆಕ್ಟರೈಸೇಷನ್. ಸೊ ಲೆಟ್ಸ್ ಗೆಟ್ ಸ್ಟಾರ್ಟೆಡ್. ಒಂದು ದಿವಸ 3 ಹುಡುಗರು ಬ್ಯಾಂಗ್ಳೂರಿಗೆ ಬರುತ್ತೆ ಸ್ಟಡಿಗೋಸ್ಕರ. ಆ್ಯಂಡ್ ಅದರಿಂದ ಒಂದು ದಿವಸ ಸೀನಿಯರ್ಸ್ ಮತ್ತು ಜೂನಿಯರ್ಸ್ನೇ ಹುಟ್ಟಿದ್ದಾರೆ. ಯಾಕೆ ಏನು ನಾನು ಲಾಸ್ಟಲ್ಲಿ ಹೇಳ್ತೀನಿ. ಸೊ ಇನ್ ಬಿಟ್ವೀನ್ ನಮ್ಮ ರಂಗನ್ನ ಬರುತ್ತೆ. ಸೊ ರಂಗನ್ನ ಜೂನಿಯರ್ಸು ಮತ್ತು ಸೀನಿಯರ್ಸು ಏನು ಕನೆಕ್ಷನು, ಏನಾಯಿತು ഇൻ ബിറ്റ്വീൻ ദിസ് 3 ഓഫ് ദം ಅಂತ മൂവി പ്ലോട്ട്. ഒരു ദിവസം 3 ആൾക്കാർ ബാംഗ്ലൂർക്ക് വരും പഠിക്കാനായിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഒരു ദിവസം ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് തമ്മിൽ ഒരു അടി ഉണ്ടാവും. സീനിയേഴ്സ് ഭയങ്കരമായിട്ട് ദൂഷണം ചെയ്യും ഇവരുടെ ജൂനിയേഴ്സിനെ. സോ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ റംഗന്ന വരും. സോ റംഗന്ന, ജൂനിയേഴ്സ്, സീനിയേഴ്സ് ഇവർ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയാണ് കണക്റ്റായി, ಲಾಸ್ಟ್ ವರ್ಕು ಎಂದಾയാണ് ಮೂವಿ ಪ್ಲಾಟ್. ನಾನು ಹೆಚ್ಚು ಹೇಳಿದರೆ ಅದು ಸ್ಪಾಯ್ಲ್ ಆಗಿರುತ್ತೆ. സോ അത് ഞാൻ ಹೇಳಿಲ್ಲ. ഞാൻ കൂടുതൽ പറയാൻ പോവുകയാണെങ്കിൽ അത് സ്പോയിലർ ആവും. സോ അത് ഞാൻ പറയാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. സോ കമ്മിങ് ടു ആക്ടിങ്, ഇറ്റ്സ് എ വൺ മാൻ ഷോ. നമ്മളുടെ ഫാഫ അലിയാസ് റംഗണ്ണ അടിപൊളി, വേറെ ലെവലാണ്. മാസ് മരണ സംഭവമാണ്. ഞാൻ നോക്കി. സോ മൂവി കാണുമ്പോൾ എൻ്റെ പക്കത്തിലിരുന്ന് ആൾക്കാർ വിസിൽസും ക്ലാപ്സും ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു നമ്മളെല്ലാവരും മൂവി കാണുമ്പോൾ, ರಂಗಣ್ಣಾಸ್ ಕ್ಯಾರೆಕ್ಟರ್ ಎಸ್ಪೆಷಲಿ. ಸೊ ಪ್ರೇಕ್ಷಕರು ಮೂವಿ ನೋಡಿದಾಗ ಚಪ್ಪಲಿ ತಟ್ಟಿ ಸಂಭ್ರಮಿಸಿದರೆ ಹಂಗಿದೆ ಪರ್ಫಾರ್ಮೆನ್ಸ್ ರಂಗಣ್ಣದು. ಸೊ ನೀವು ದಯವಿಟ್ಟು ಹೋಗಿ ಥಿಯೇಟ್ರಲ್ಲಿ ಹೋಗಿ ನೋಡಿ. ಆ್ಯಂಡ್ 2 ಭಾಷಾ ನಿಮಗೆ ಬರುತ್ತೆ ಅಂದರೆ ಇಟ್ಸ್ ವೆಲ್ ಆ್ಯಂಡ್ ಗುಡ್. ಅದರ್ವೈಸ್ it's okay, it's understandable. Even if you don't know any one of the languages, it's understandable. You can go and watch. And ನಾನು ಗ್ಯಾರಂಟಿ ಕೊಡ್ತೀನಿ, ನೀವು ಮೂವಿ ನೋಡಿ ಬಂದ ಮೇಲೆ ನಿಮಗೆ ಒಂಥರ ಎಂಟರ್ಟೈನ್ಮೆಂಟ್ ಸಿಗುತ್ತೆ. ഇറ്റ്സ് എ ഹോൾസം പൈസ വസൂൽ പെർഫോമൻസ്. സോ മൂവി കാണുമ്പോൾ അതൊരു പൈസ വസൂൽ പെർഫോമൻസ് ആണ്. നിങ്ങൾ മൂവി കാണുമ്പോൾ എവിടെയും ബോർ ലാഗ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി, സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ശരി. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ച് മീൻസ് കുറച്ചൊക്കെ ബിൽഡപ്പ് സീൻസ് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഓവറോളി ഇറ്റ്സ് എ വെരി വെൽ ക്രാഫ്റ്റഡ് മൂവി, അങ്ങനെ ഞാൻ പറയാം. കമ്മിങ് ഡയറക്ഷൻ ജിത്തു മാധവ്, വളരെ കുഞ്ഞു സ്റ്റോറിയാണ്, പക്ഷെ സ്ക്രീൻ പ്ലേ ആൻഡ് എക്സിക്യൂഷൻ വളരെ നന്നായിട്ടുണ്ട്. എവിടെയും മൂവി കാണുമ്പോൾ നമ്മൾക്ക് ഒരു ബോർ അല്ലെങ്കിൽ ലാങ് ഒന്നും തോന്നില്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി, സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ശരി. അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. സോ നമ്മൾ മൂവി കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ലൈക്ക് ഇതിലെ മാസ് എലിമെന്റ്സ് ഉണ്ടാവും, ഹീറോ ക്യാരക്ടറൈസേഷൻ ഉണ്ടാവും, ബിൽഡപ്പ് സീൻസ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ കോമഡി ഉണ്ടാവും, എല്ലാം നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് മൂവിയില്. സോ നിങ്ങൾ അത് കാണുമ്പോൾ അങ്ങനെ തോന്നും, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. സോ നിങ്ങൾ ദയവായി മൂവി തിയേറ്ററിൽ തന്നെ കാണുക. മീൻസ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മൂവി. ആൻഡ് എസ്പെഷ്യലി ഫഹദ് ഫാസിലിൻ്റെ റോൾ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അവർ 2 ലാംഗ്വേജിൽ സംസാരിക്കും, മലയാളം ആൻഡ് കന്നഡ. ആൻഡ് കന്നഡ സ്ലാങ് വേറെ ലെവലാണ്. നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ നിങ്ങൾ ദയവായി തിയേറ്റർ പോവുക, മൂവി കാണുക. ಸೊ ಇದರಲ್ಲಿ ರಂಗಾಸ್ ಕ್ಯಾರೆಕ್ಟರೈಸೇಷನ್ ಟಾಪ್ ನಾಚ್. ಅದು ನೀವು ನೋಡಿದಾಗ ನಿಮಗೂ ಗೊತ್ತಾಗುತ್ತೆ. ಸೊ ದಯವಿಟ್ಟು ಮೂವಿ ಥಿಯೇಟ್ರಲ್ಲಿ ನೋಡಿ. ಪೈಸಾ ವಸೂಲ್ ಪರ್ಫಾರ್ಮೆನ್ಸ್ ಅದು ನಮ್ಮದು ಗ್ಯಾರಂಟಿ. ಸೊ ದಯವಿಟ್ಟು ಥಿಯೇಟ್ರಲ್ಲಿ ಹೋಗಿ ಮೂವಿ ನೋಡಿ. ಆ್ಯಂಡ್ ಡ್ಯಾನ್ಸ್, ಸಾಂಗ್ಸ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ സച്ചിൻ താഹിർ അടിപൊളിയായിരുന്നു. അബൌട്ട് ദി ആർട്ട് വർക്ക്, സോങ്സ് അല്ലെങ്കിൽ മീൻസ് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ റംഗ, അത് കഴിഞ്ഞിട്ട് ഒരു സോങ് വരും. ആ സോങ് ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ആ സോങ്ങിൽ തന്നെ ഒരു ലോറിയിലെ ഒരു സെറ്റപ്പ് ഉണ്ടാവും പൂളിൻ്റെ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഓൾസോ വോണ്ട് ടു ബിൽഡ് ദ സെയിം. എനിക്ക് അങ്ങനെ ഒരു ലോറി, അതിലെ സെറ്റപ്പ് പിന്നെ അടിപൊളിയായിരുന്നു അത്.
സോ അതാണ്. സോ ഞാൻ കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് മൂവിക്കാകെ 4/5. ನಾನು ರೇಟಿಂಗ್ ಬಂದು ಮೂವಿಗೆ 4/5. ಸೊ ನೀವು ಥಿಯೇಟ್ರಲ್ಲೇ ಹೋಗಿ ನೋಡಿ. അതർവൈസ് ഇത് അമസോൺ പ്രൈമಲ್ಲಿ ബರುತ್ತೆ. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, കുറച്ച് മാസം കഴിഞ്ഞിട്ട് അമസോൺ പ്രൈമിൽ വരും. പക്ഷേ നിങ്ങൾ അമസോൺ പ്രൈമിൽ നോക്കണ്ട, നിങ്ങൾ ലൈവായി തിയേറ്ററിൽ പോവുക, മൂവി കാണുക, അത്രേ ഉള്ളൂ. ലൈവായി തിയേറ്ററിൽ പോവുക, എന്റർടൈൻ ആവുക, അത്രേ ഉള്ളൂ. നമ്മൾ മൂവി കാണുമ്പോൾ നമുക്ക് എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മൾ എന്റർടൈൻ ആവണം. സോ ഈ മൂവി കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് 2.5 hours എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾ പോവുക, മൂവി കാണുക. ആൻഡ് ഓൾറെഡി മൂവി കാണുമെങ്കിൽ കീഴെ കമന്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, ലൈക്ക് വാട്ട് വർക്ക് ഫോർ യു, വാട്ട് ഡിഡ്ന്റ് വർക്ക് ഫോർ യു, പ്ലീസ് മെൻഷൻ ഇൻ ദ കമന്റ്സ്. സോ ഇതുവരെ നിൽക്കുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.